അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചുരിദാർ ബ്ലൗസൊക്കെ വെട്ടുമ്പോൾ തുണി മുഴുക്കില്ല. അപ്പോൾ അതിനുള്ള വിദ്യയാണ് ഇന്ന് കാണിക്കുന്നത്. പിന്നെ സ്ലീവ് വെട്ടി അതിനുശേഷം ഇനി നമ്മൾ ടേപ്പ് എടുത്ത് വെച്ച് എത്ര ഇതുണ്ടെന്ന് നോക്കണം. നമുക്കിതിപ്പോൾ 9.5 ഇഞ്ച് ഉള്ള കൈക്കുഴി, നമുക്ക് വേണ്ടുന്നത് 11 ഇഞ്ചാണ്. 1.5 ഇഞ്ചും കൂടെ വേണം. കണ്ട ബ്ലൗസായാലും ചുരിദാറായാലും കുപ്പായായാലും ഇതേമാതിരി എടുത്ത് വെച്ച് നോക്കണം. ഇതിപ്പോൾ ഒരു കുപ്പായമാണ്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോകൾ മുതൽ ഇട്ടിട്ടുണ്ട്. വേണ്ട 1.5 ഇഞ്ച് വേണം. അതിനെടുക്കണ 2-2.5 ഇഞ്ച് എടുക്കണം. നമ്മൾ എക്സ്ട്രാ ഒരു ചെറിയ പീസ് എടുത്തതിന് ശേഷം ഇതേമാതിരി പീസ് എടുക്കണം. അതിൽ ഒരു 2 ഇഞ്ച് വേണം എടുക്കാൻ. അപ്പോൾ 2-2.5 എടുക്കാം. ഞാൻ അളന്നെടുക്കുവാണ് തുണി. ചെറിയ ഒരു പീസിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ഇഞ്ച് എടുക്കുന്നത് തയ്യൽ തുമ്പും കഴിയുമ്പം 1.5 കിട്ടും നമുക്ക്. ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം കണ്ട ഇതേമാതിരി 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുക്കണം. ഇതിപ്പോൾ ഞാൻ തുണി എടുത്തിട്ട് 4ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. മടക്കി വെച്ചതിന് ശേഷം ഇത് കണ്ട ഇപ്പം 9.5 വേണം. വേണ്ട 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വേണ്ട കൈക്കുഴി കൈക്കുഴി എടുത്ത് വെച്ച് ഇങ്ങനെ നമുക്കൊന്ന് അടയാളം ചെയ്യാം. അറിയാൻ വയ്യാത്തവർക്കാണ് ഇത്, തയ്യൽക്കാർക്കെല്ലാം അറിയാവുന്നതാണ് ഈ വിദ്യ. അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഇതേമാതിരി ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ട് വെട്ടണം. ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. ചെറിയ ഒരു പീസ് ഇതേമാതിരി എടുത്തിട്ട് ഒരെണ്ണം വെട്ടിയിട്ട് അത് വെച്ച് 3 പീസായിട്ട് വെട്ടാൽ സ്ലീവിൻ്റെ അപ്പുറവും അപ്പുറവും വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് 4 പീസ് വേണം. ഒരു സ്ലീവിന് 2 പീസ് വെച്ച് അപ്പുറവും അപ്പുറവും വെച്ച് തയ്ക്കേണ്ടതാണ്. ഇങ്ങനെ വെച്ച് നമ്മൾ അടിഭാഗമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് വണ്ണം. മുകളിലാണ് കൈക്കുഴിയുടെ ഭാഗമാണ് നമുക്ക് എക്സ്ട്രാ തുണി വെച്ച് പിടിപ്പിക്കേണ്ടത്. അവിടെ വെച്ച് അങ്ങോട്ട് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. സ്കെയിൽ വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലാതെയും വരയ്ക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ഉടനെ തന്നെ ഇതിൽ തയ്ക്കുന്ന വീഡിയോ വരുന്നുണ്ട്. ഇതിപ്പോൾ 4 പീസായതുകൊണ്ട് ഞാൻ മടക്കി ഇട്ടേക്കുവാണ്. ഇതിൻ്റെ ഇത് ഇങ്ങനെയാണ്. ഇനി ഒന്നും കൂടെ കട്ട് ചെയ്യണം. ഇങ്ങനെ നടുക്ക് വെച്ച് ആ ഫോൾഡ് ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.